നിങ്ങളുടെ ലൈഫിൽ ഒരേ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിനെ മോശമായി ബാധിക്കുന്ന കാര്യങ്ങൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കാണും. നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കമന്റ് സെക്ഷനിലെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ കയറി ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അതാണല്ലോ നമ്മുടെ പ്രോബ്ലം ആണല്ലോ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്? ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട് പാറ്റേൺ ആണ്. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മോശം കാര്യങ്ങൾ ആണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്ന മോശം ഒരു രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കൊരു നെഗറ്റീവ് അനുഭവം ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നെഗറ്റീവ് തോട്ട് പ്രോസസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ദിവസം കഴിഞ്ഞോ നെഗറ്റീവായിട്ട് മാറിയായിരിക്കും. അതൊരു 21 ദിവസമൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പാറ്റേണായി മാറി. നിങ്ങളുടെ ലൈഫ് തന്നെ അറിഞ്ഞോ അറിയാതെ പ്രോബ്ലത്തിലും പ്രശ്നത്തിലേക്കും പോയി. അപ്പൊ നമുക്ക് അത് മറികടക്കാനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തോട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നല്ല ചിന്തകൾ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിന്തിക്കുന്ന വഴി നമ്മുടെ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ചിന്തകൾ മാത്രം, എപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി ബാധിക്കുന്ന ഹൈ എനർജി വൈബ്രേഷൻ തോട്ട്സ് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ചിന്തകൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി ഏത് രീതിയിൽ നമ്മൾ ചിന്തിക്കണമെന്നും ഒരു ചിന്തകൾ എങ്ങനെയാണ് ഒറ്റയ്ക്കാണോ കൂട്ടമായിട്ടാണോ അങ്ങനെയൊക്കെ കൃത്യമായിട്ടൊന്ന് അവയർനെസ്സോട് കൂടിയിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3, 4, 5 പ്രോസസ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിനെ എങ്ങനെ കാമൻ കോള ആക്കി എടുക്കുക എന്നുള്ള രീതിയിൽ. കാമൻ കോള ആക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് എങ്ങനെ എളുപ്പമാക്കാം, എങ്ങനെയാണ് ചിന്തകളുടെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനം, ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ്, ചിന്തകൾ എങ്ങനെയാണ് കറക്റ്റായി വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.